മംഗളവാർത്ത തിരുനാൾ. ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. മംഗളവാർത്ത തിരുനാൾ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ മറിയത്തിനെ അറിയിക്കുന്ന സംഭവമാണ് ഇതിലൂടെ സഭ അനുസ്മരിക്കുന്നത്. എന്തെല്ലാം വാർത്തയാണ് ദൈവദൂതൻ മറിയത്തിനോട് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് മംഗളകരമായ വാർത്ത എന്നറിയപ്പെടുന്നത്? അതിനുള്ള കാരണം ദൂതൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ ആയിരിക്കും. ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ ഭരണം നടത്തും. ആ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ദൂതൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നൂറ്റാണ്ടുകളായി യഹൂദർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത സന്തോഷകരമായിരുന്നു. ദാവീദിനെ പോലെയുള്ള ഒരു പിൻഗാമിയെ കിട്ടുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യവുമായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ മറിയം അത് ഏറ്റെടുത്തതോടെ അത് കൂടുതൽ മംഗളകരമായി. പരിശുദ്ധ കന്യകാമറിയമേ, ദൈവവചനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതേ എന്ന് പറഞ്ഞ് സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.